വരൂ വരൂ, ഇവിടെ വിശ്രമിക്കാം. എന്താ അങ്ങനെ മിഴിച്ചു നിക്കണേ? എന്തായി കാണണേ? ആദ്യം വന്നപ്പോ ഞാനും ഇങ്ങനെ നിന്നുപോയി. ദ്വാരക ചെന്ന കുചേലന്റെ അനുഭവമായിരുന്നു എനിക്ക്. എങ്കിൽ ഒരു അവൽപ്പൊതിയുടെ കരുതായിരുന്നില്ലേ? ഏതാ ഈ കുചേലൻ? പരമേശ്വരൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇയാളോട് പറഞ്ഞാൽ മതി. അതെ, എന്തു ചോദിച്ചാലും തരാൻ സാക്ഷാൽ പരമേശ്വരന് മാത്രമല്ലേ കഴിയൂ. ആ വലിയ ഫലിതപ്രിയനാണെന്ന് തോന്നുന്നു. അയ്യോ, അച്ഛൻ അറിയില്ലേ? ഈ ഫലിതബന്ധുക്കൾ കണ്ടുപിടിച്ചതേ ഇദ്ദേഹം. കണ്ടോ നിങ്ങള്? കുട്ടിയെ കണ്ടോ? ഏയ്, കാണാൻ പറ്റിയില്ല. പരമേശ്വരൻ വരുന്നുണ്ട്, ചോദിക്കാം. പരമൂന എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്, ഒന്നുകൂടെ അമർത്തിക്കോളൂ. ആ കുട്ടി എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഏയ് പോരാ, ആ സാധനത്തെയാണോ രാജകുമാരിയാക്കാൻ പോണത്? അതിനെ തിരുമനസ് ഇപ്പൊ തന്നെ ഇവിടെ ഓടിക്കും. ഒന്ന് മാറിക്കേ, മാറിക്കേ, ഒന്ന് മാറിക്കേ. വന്നോളൂ. വന്നോളെ. മായമോളി ഇങ്ങോട്ട് വരൂ. ഹായ്, എന്റെ പേരറിയോ? മഹാരാജാവിന് അറിയാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ മോളെ? മോള് ചെല്ലേ. മായക്ക് എന്നെ മനസ്സിലായോ? ഉവ്വ്. എങ്കിൽ പറയൂ, ഞാൻ ആരാ? മഹാരാജാവ് ഉദയവർമ്മ തിരുമനസ്. ഈ കൊട്ടാരത്തെ കുറിച്ച് മായ കേട്ടിട്ടുണ്ടോ? ഉവ്വ്. 1897 ശ്രീ അത്തം തിരുനാൾ തിരുമനസ് പണികഴിപ്പിച്ചതാണ് ഉദയപുരം കൊട്ടാരം. ഉദയപുരത്തെ രാജാക്കന്മാർ കീർത്തി കേട്ടവരും പരാക്രമശാലികളുമാണ്. ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും പിടിച്ചെടുത്ത അമൂല്യ വസ്തുക്കളും ആയുധങ്ങളും ഇപ്പോഴും കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. രാജരക്തമല്ലേ, ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതൊക്കെ ഞാൻ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചതാ. വലിയ തമ്പ്രാട്ടിയാ. മായക്ക് ഞങ്ങളെയൊക്കെ ഇഷ്ടായോ? വല്യമ്പുരാട്ടെ കണ്ട ആർക്കാ ഇഷ്ടാവാത്തത്? തമ്പുരാട്ടെ കാണാൻ ഞാനൊരിക്കൽ വന്നിട്ടുണ്ട്. എപ്പോ? ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോ. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അവിടെയുള്ളവര് ഞങ്ങളെയൊക്കെ ഓടിച്ചു. ഇനി മായി എന്റെ അടുത്ത് ആരും ഓടിക്കില്ല. ഏയ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയണില്ല. എനിക്കും അതെ. ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലേക്ക് മഹാരാജാവ് എല്ലാരും ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ തമാശ പറയാന്നാ ഞാൻ കരുതിയത്. നീ രാജാവിനെ രാജ്ഞിയൊക്കെ ശരിക്കും കണ്ടോ? കണ്ടു എന്ന് മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അവര് നമ്മളെയൊക്കെ പോലെ തന്നെയാ. എന്തൊരു സ്നേഹ, എന്നെ വലിയ ഇഷ്ടായി. എങ്കിൽ നമുക്ക് നമ്മുടെ കല്യാണത്തിന് അവരെയും ക്ഷണിക്കാം. ഒരു രാജാവ് രാജ്ഞിയൊക്കെ കല്യാണത്തിന് വരുന്നത് നമുക്കൊരു ഗമയല്ലേ? കല്യാണായതുകൊണ്ടാവും അച്ഛൻ കൊട്ടാരത്തിൽ നിന്ന് മാറാണ്ട് നിക്കണത്. എന്നെ കൊണ്ടാക്കിയിട്ട് വീണ്ടും പോയിരിക്കുക. എന്തെങ്കിലും കിട്ടുന്ന കരുതിയിട്ടായിരിക്കും. പാവം. കല്യാണം എന്നൊക്കെ പറയണമെന്നല്ലാണ്ട് അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കല്യാണത്തിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. നിനക്ക് ഇത്തിരി പൊന്നുടുപ്പും വാങ്ങാനും നാട്ടുകാർക്ക് ഒരു നേരത്തെ ശാപ്പാട് കൊടുക്കാനുള്ള വകയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഓടണ്ട, നിന്റെ അച്ഛനടുത്ത് പറഞ്ഞേക്ക്. ഈ കടങ്ങളൊക്കെ അപ്പൂട്ടിനോട് എങ്ങനെയാ വീട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ കടന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ? നീ എന്റെ അല്ലേ, പിന്നെ എങ്ങനെയാ അത് കടാവുന്നത്? ഈ ജീവിതത്തിൽ ഞാൻ ഒന്നേ ആശിച്ചിട്ടുള്ളൂ, അത് നീയാ. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ, എന്തും. രാമവർമ്മയുടെ തീരുമാനം പറഞ്ഞില്ല. സത്യം പറഞ്ഞ അടിയന് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്വരൂപത്തിന്റെ ഭാവി തന്നെ നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. രാജ്യം പോയി, അധികാരം നഷ്ടപ്പെട്ടു, രാജ്യം മന്ത്രിമാർ കൈയടക്കിയപ്പോ രാജാവിന് രാജാവെന്ന പേര് മാത്രം ബാക്കി. എനിക്ക് ശേഷം അതും ഇല്ലാണ്ടാവും എന്നുള്ള സ്ഥിതിയായിപ്പോ. എന്റെ കാലം കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതൊക്കെ ചില്ലുകൂട്ടിലെ കാഴ്ചവസ്തുക്കളാകും. ഉദയപുരം കൊട്ടാരം കാഴ്ചബംഗ്ലാവാകും. അതിനിടവരുത്തല്ലേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചതുകൊണ്ടാ പരദേവതകൾ ഇങ്ങനെ ഒരു മാർഗം തെളിയിച്ചത്. ഇനി രാമവർമ്മയുടെയും മകളുടെയും സമ്മതം കൂടി ആവശ്യമുള്ളൂ. എനിക്ക് സമ്മതാണ്, 100 വട്ടം സമ്മതാണ്. മകള് രാജകുമാരിയെ പോലെ ജീവിക്കണം എന്നല്ലേ ഏത് അച്ഛനും ആഗ്രഹിക്കൂ. ഇതിപ്പോ ശരിക്കും രാജകുമാരി ആവുമല്ലേ?
പക്ഷേ മായ അവളോട് ഞാനിതൊന്നും വിശദമായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു പരസ്യടിയിലാണല്ലോ, മനസ്സിലാക്കിച്ചെടുക്കാൻ ഇത്തിരി സാവകാശം വേണം. രാമവർമ്മ കരുതുന്നത് പോലെ ഒരു പറിച്ചടലിന്റെയോ വേർപാടിന്റെയോ ഒന്നും ആവശ്യമില്ല. മായയെ ദത്തുപുത്രിയായി ഈ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ കുറെ വസ്തുവകൾക്ക് അവൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിലൊരു കൊട്ടാരവും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ആ കൊട്ടാരത്തിൽ അവളുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെ അവൾക്ക് കഴിയാം. പിന്നെ ആചാരമനുസരിച്ചുള്ള ചില ചടങ്ങുകൾ, ചില നിയമങ്ങൾ, ജീവിതത്തിൽ കുറെ കൂടെ ചിട്ടകൾ, അത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞോളൂ, എന്താണെങ്കിലും പറയാം. വേറൊന്നുമല്ല, വിവാഹം രാജവംശത്തിൽ നിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശിക്ക് ചേരുന്ന ബന്ധം തന്നെ വേണമല്ലോ. എന്താ അതിനെന്തെങ്കിലും തടസ്സം? ഏയ് തടസ്സമൊന്നുമില്ല. എന്നാലും രാമവർമ്മയ്ക്ക് ആരോടെങ്കിലും ആലോചിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ ആവാം. ഉണ്ട്, അടിയൻ ഒരാളോടൊന്ന് ആലോചിക്കാനുണ്ട്. ഇതിപ്പോ കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. മധുരിക്കുന്ന അങ്ങോട്ട് ഇറക്കുക, കഴിക്കുന്നത് അപ്പാടെ തുപ്പുക, അത്രേ വേണ്ടൂ. അപ്പൂന്റെ മായുടെയും കാര്യം ഓർക്കുമ്പോഴാ എനിക്ക്. അത് ഓർക്കുമ്പോഴല്ലേ നിനക്ക് എനക്കേടുള്ളൂ. അപ്പൊ ഓർക്കണ്ട, കഴിഞ്ഞില്ലേ? ആളിയൻ ഇങ്ങനെ ആനയുടെ ദേഹത്ത് ബയക്കുവടി പൊട്ടിക്കണ പോലെ സംസാരിച്ചങ്ങനെ. ആനയുടെ ദേഹത്തല്ല, അളിയന്റെ ദേഹത്താ പൊട്ടിക്കേണ്ടത്. സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര മഹാവാക്യം പടിവാതിക്ക് വന്ന് നിൽക്കുമ്പോ അതെങ്ങനെയെങ്കിലും നടത്താൻ നോക്കൊണ്ട് കൂടിയാലോചനയ്ക്ക് നിൽക്കുക. ഉദയപുരം കൊട്ടാരത്തിന്റെ ആസ്തി എത്ര കോടിയാണെന്ന് അറിയാമോ? അതിന്റെ അനന്തരാവകാശിയായിട്ടാ മായ വരാൻ പോണത്. ഇതൊന്നും അറിയാൻ പാടില്ലാണ്ടല്ല അളിയ. ഇതൊക്കെ പറഞ്ഞ അപ്പു സമ്മതിക്കൂ? സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അതിന് നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇങ്ങോട്ട് പറ, ഞാൻ ചെയ്യാം. അപ്പൊ വസ്ത്രങ്ങൾ കഴിഞ്ഞു, ഇനി ആഭരണത്തിന്റെ ലിസ്റ്റ് ഇടാം. വള എത്ര വേണം? രണ്ടെണ്ണം മതി. അയ്യേ, രണ്ടെണ്ണൊന്നും പോരാ, ഒരു 10 എഴുതാം. കൈ നിറച്ച് വള കിടന്നാലേ അതിനൊരു അഴകുള്ളൂ. പിന്നെ നല്ല ഇറക്കുള്ളൊരു മാല. ഓ, നല്ല വീതിയുള്ളൊരു മാലയും വേണം. 6-7 പവനെങ്കിലും ഉണ്ടെങ്കിലേ കാണാനൊരു എടുപ്പുണ്ടാവും. അതൊന്നും വേണ്ട. വേണം. ഇത് കുളിമുറി പോകുമ്പോ ഇടാനല്ല, കല്യാണത്തിന് ഇടാനുള്ളതാ. നീളമുള്ള മാല, വീതിയുള്ള മാല, കമ്മല്, മോതിരം. മോതിരം വേണ്ട. കല്യാണത്തിന് ഒരു 2 മോതിരെങ്കിലും ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കില്ല. അയ്യേ, ഇതെന്താ, ഒരു സെറ്റ് കമ്മലേ ഉള്ളോ? എന്തിനാ അധികം? മായക്ക് ഒരു സെറ്റ് കാതല്ലേ ഉള്ളൂ. മായേച്ചിക്കുള്ള പോലെ ഞങ്ങൾക്ക് 2 ഒരു സെറ്റ് കാതുകളുണ്ട്. എന്താ ഈ പറയണേ? ഞങ്ങൾക്ക് കമ്മല് വേണം. എന്താ ചോദിക്കാൻ അവകാശമില്ലേ? ഇല്ലെങ്കിൽ അപ്പോട്ടും പറയട്ടെ. എനിക്ക് നാണമില്ല. അയ്യോ, ഇനി അവകാശ തർക്കം വേണ്ട. അപ്പൊ 3 സെറ്റ് കാത്, അല്ല കമ്മല്. അയ്യേ, എന്താ ഒരു പൊട്ടിച്ചിരി അട്ടകാസമൊക്കെ? വല്യമ്മ വലിയ ഗമയിലാണല്ലോ. ഭാഗീരഥി, നീ കുട്ടികളെയും കുട്ടി അകത്തേക്ക് വെക്കോ. വാടി, വാ മക്കളെ. ഒന്നുമില്ല, വാ. എന്താ വല്യമ്മാവൻ ഈ നേരത്ത്? എന്താ വല്യമ്മാവന് വരാൻ പ്രത്യേക നേരം വല്ലതുണ്ടോ? ഇനി അമ്മയ്ക്ക് വരാനൊരു സമയം, അച്ഛന് വരാനൊരു സമയം, വായ്നോക്കിക്ക് വരാൻ മറ്റൊരു സമയം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഓ, വലിയ ചൂടിലാണല്ലോ. അല്ല, അപ്പു എങ്ങോട്ടാ? എങ്ങോട്ടില്ല, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കാന്ന് കരുതി. അതിനാണ് ഈ അകത്തേക്ക് പോണമെന്നില്ല, വെള്ളം ഇങ്ങോട്ട് വരും. അതിനെന്താ, വന്നോട്ടെ. മായ, ഇത്തിരി വെള്ളം. പിന്നെ അമ്മാവൻ കൊട്ടാരത്തിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. തൽക്കാലം അപ്പു ഇരിക്കണ്ട, ഞങ്ങൾക്ക് ഇത്തിരി കുടുംബകാര്യം പറയാനുണ്ട്. ശരി, ഞാൻ പിന്നെ വരാം. എന്തിനാ പിന്നെ ആക്കണത്? താൻ കാര്യം പറയണോ വർമ്മേ? അത് പിന്നെ അത് വേണ്ട, ഞാൻ തന്നെ കാര്യം പറയാം. അപ്പു ഇങ്ങോട്ട് വന്നേ. അപ്പൂട്ടൻ എന്തിയേ? അച്ഛ, അപ്പൂട്ടൻ എവിടെ? അവൻ പോയി. പോയോ? നല്ല ആളാ. ആഭരണങ്ങളുടെ ഫാഷൻ കാണിക്കാൻ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. മായേ, നീ ആ കുഴമ്പ് കണ്ടെടുത്തേ. വല്ലാത്ത നടുവേദന. പിന്നെ തുളസിയിലിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചോ, ഒന്ന് കുളിക്കണം. ഇപ്പൊ അപ്പുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആ കുടുംബത്തോട് തനിക്കുള്ള സ്നേഹം എനിക്കറിയാം. താനിവിടെ സഹകരിക്കാണ് വേണ്ടത്. ഇനി മായയെ ഇതെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നുള്ളത് അടുത്ത പുലിവാലി. ആ കാര്യം ഞാൻ അപ്പുനെ തന്നെ ഏൽപ്പിക്കുക. ഗുരു കാരണവരെ പോലെ താൻ ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ, ഞാൻ മായയെ മറക്കണം, മായ എന്നെ. ഞങ്ങളുടെ വിവാഹം നടക്കൂല.
അതായത് തനിക്കിനി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു ബന്ധം വേണമെന്ന് നിർബന്ധാന്ന് വെച്ചാ എന്റെ ഒരു മോളുണ്ട് സുനന്ദ. താൻ അറിയും, മായേക്കാൾ മിടുക്കിയാണ്. വിവാഹം ഉടനെ നടത്തിയും തരാം. നിങ്ങളുടെ മകളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആ ചെറ്റത്തരം പറയുന്നോടാ. ഓനയ്ക്ക് വെക്കുന്ന മയക്കുപൊടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ ഞാൻ മയങ്ങി വീഴുവൊന്നുമില്ല. കൊട്ടാരത്തിൽ നിന്ന് ഇത്തിരി പൊന്നും പണവും കിട്ടുമെന്ന് കണ്ടപ്പോ അവിടെ തൂക്കി വെക്കുകയാണല്ലേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അത് ആരോടും പറഞ്ഞേരെ, തന്റെ അളിയനോട്. അധികം ഇടയണ്ടപ്പൂ. മതവിളകിയ ഒരുപാട് കൊമ്പന്മാരെ തളച്ചിട്ടുള്ളവനാ ഞാൻ. തളയ്ക്കാൻ പറ്റാത്തതിനെ കൊന്നിട്ടുമുണ്ട്. ഏലാൽ മായ നീ കാണാനോ സംസാരിക്കാനോ പാടില്ല. അവിടെ നീ മറന്നേക്ക്. ഇല്ലെങ്കിൽ ഗോവുന്നപ്പിള്ളയ്ക്ക് ഒരുണ്ടയുടെ ചെലവേ ഉള്ളൂ. അത് മറക്കണ്ട.